ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല സ്വാദുള്ളതുമായ ഒരു ബീഫ് കറി കാണാം. മീഡിയം സൈസ് തക്കാളി 2, 3 പച്ചമുളക്, വലിയ ഉള്ളി ഒന്നെങ്കിൽ 2 വലുതെടുക്കാം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 4 എടുക്കാം. ചെറിയ ഉള്ളി 20, 1 പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10 അല്ലി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇതിൽ ചേർക്കുന്നത്. സവാളയും പച്ചമുളകും നീളത്തിൽ അരിയാം. കുഞ്ഞുള്ളി ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചാൽ മതി. തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ. ഇതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക 4, ഗ്രാമ്പു ഒരു 5, പട്ട ഒരു കഷ്ണം ചെറുതായി നുറുക്കിയതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 2 സവാള ചേർക്കാം. ചെറിയുള്ളി അരിഞ്ഞതും ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഒരു മഞ്ഞ കളർ ആകുന്നവരെ ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം ഇതിൽ ചേർക്കണം. പൊടികളെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ചെറുതീയിൽ വഴറ്റിയെടുക്കാം. ഇപ്പം ഒരു 1-2 മിനിറ്റ് ഇതേപോലെ വഴറ്റിയപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതില് തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് ചേർക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ശേഷം ബീഫിന് ആവശ്യമായ ഉപ്പും ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് ഒരു 6-7 വിസിൽ വരെ, ചില സ്ഥലത്ത് അത് കൂടുതലും വേണ്ടി വരും, അതനുസരിച്ച് 7-8 വിസിൽ വരെ കൊടുത്ത് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത ശേഷം ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അവസാനമായി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായ ഒരു ബീഫ് റെസിപ്പിയാണിത്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.